നമസ്കാരം സാർ. സാർ, ഈ പാലക്കാട് മണ്ഡലം വളരെ നാളായിട്ട് ബി ജെ പിക്ക് അനുകൂലമാണെന്ന് പറയുന്നതാണ്. ഒരുപക്ഷെ നേമത്തിനേക്കാൾ കൂടുതൽ പാലക്കാടിനാണ് പലരും സാധ്യത കണ്ടിരുന്നത്. അതിപ്പം മുതലല്ല. 2016 ശോഭാ സുരേന്ദ്രൻ മത്സരിച്ച് 46,760 വോട്ടം കണ്ടാണ് അവർ നേടിയത്. അന്ന് മുതൽ അതൊരു ബി ജെ പി മണ്ഡലമായിട്ട് തന്നെ കണക്കാക്കി വരികയാണ്. അത് കഴിഞ്ഞ് 2021 ഇ ശ്രീധരൻ വിജയിച്ചു, MLA ആയിട്ട് ഓഫീസ് വരെ തുറന്നു എന്നൊരു സ്റ്റേജ് വന്നതാണ്. പക്ഷെ അപ്പോഴാണ് അദ്ദേഹത്തിന് ശോഭാ സുരേന്ദ്രനേക്കാൾ 10,000-ലധികം വോട്ട് പിടിച്ച് 50,000 കടത്തിയിട്ട് പോലും വെറും 3,000 ചില്ലുവാൻ വോട്ടിന് ഷാഫി പറമ്പലിനോട് പരാജയപ്പെടേണ്ടി വന്നു. അത് കഴിഞ്ഞിട്ട് 2024 ഷാഫി മാറി രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നപ്പോൾ കൃഷ്ണകുമാർ വിജയിക്കുമെന്ന് എല്ലാവരും പറഞ്ഞിട്ടും കൃഷ്ണകുമാറിൻ്റെ വോട്ട് 19,000-ന് പുറകോട്ട് പോയി. 19,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ചത്. അപ്പം ഇത് എല്ലാവരും അതിശയപ്പെടുത്തുന്നുണ്ടല്ലോ സാർ. കാരണം അവിടെ ആകെ പിരിയാഗിരി എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലാണ് ഒരു മുസ്ലിം മെജോറിറ്റി എന്ന് പറയാനുള്ളത്. പിന്നെ എല്ലായിടത്തും കുറേശ്ശെ മുസ്ലിങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ, ഇപ്പോൾ പാലക്കാടാണെങ്കിലും കുറച്ച് മുസ്ലിങ്ങളുണ്ട്, മാത്തൂറായാലും കണ്ണാടിയിലായാലും കുറച്ച് മുസ്ലിങ്ങളുണ്ട് എന്നുള്ളതല്ലാതെ, എന്നിട്ട് പോലും ഈ ശ്രീധരനെ പോലെ ഒരാൾ ജയിച്ച് നിന്നിട്ട് അവസാനം പിരാഗിരി പഞ്ചായത്ത് എണ്ണിയപ്പോൾ ഈ 5,000-6,000 വന്ന ലീഡ് തലകുത്തി മറിഞ്ഞ് 3,900-ഓളം ഭൂരിപക്ഷമായിട്ട് ഷാഫി പറമ്പിൽ ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി സാർ. അത് കഴിഞ്ഞിട്ട് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ 19,000 വോട്ടിന് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായ NSDPI ആഘോഷം നടത്തി, ഞങ്ങളുടെ 5,000-6,000 വോട്ടാണ് ഇയാളെ വിജയിപ്പിച്ചതെന്ന് പറഞ്ഞത്. അപ്പം സാറേ, ഈ ഹിന്ദു ഭൂരിപക്ഷമുള്ള, പ്രത്യേകിച്ച് ഈ ബ്രാഹ്മിൻ, തമിഴ് ബ്രാഹ്മിനൊക്കെ ഉള്ള അഗ്രഹാരങ്ങളുള്ള ഒരു പാലക്കാടൻ മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് സാർ പലപ്പോഴും BJP കപ്പിനും ചുണ്ടിനും ഇടയിൽ പരാജയപ്പെട്ടു പോകുന്നത്? ശ്രീ, വർഗീയതയുടെ വളർച്ച നമ്മൾ സാവധാനം പഠിക്കേണ്ട ഒന്നാണ്. അത് കേരളത്തിലെ വർഗീയത ആരംഭിക്കുന്ന 1969 ശേഷമാണ്. അന്നാണ് മലപ്പുറം ജില്ല വരുന്നത്. വളരെ സ്ലോ ആയിട്ടാണ്. അതായത് മുസ്ലിങ്ങൾ രാഷ്ട്രീയത്തിൽ അധികാരം പിടിച്ചെടുക്കുകയും അധികാര സ്ഥാനങ്ങളിൽ അവരെത്തുകയും അവരുടെ ആളുകൾക്ക്, മുസ്ലിങ്ങൾക്ക് അനർഹമായ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുകയും ചെയ്തപ്പോഴാണ് ഘട്ടം ഘട്ടമായിട്ട് ഹിന്ദുക്കളെ ചിന്തിപ്പിക്കാൻ തുടങ്ങിയത്. ഹിന്ദുക്കൾ പൊതുവെ ഒരു തണുപ്പൻ ജനവിഭാഗമാണ്. അവർ മതേതരത്വം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളാണ്. പക്ഷേ ഇന്ന് സാറ് കേരളത്തിലെ സമൂഹത്തിനെ പ്രത്യേകിച്ച് നിർത്തി നോക്കണം. വളരെ ശക്തമായി കേരള സമൂഹം വർഗീയവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു. ഹിന്ദുക്കൾ അപകടം മണത്ത് കഴിഞ്ഞു. അതുകൊണ്ടാണല്ലോ 30 മണ്ഡലങ്ങളിലെ BJP കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന വിധത്തിലേക്ക് BJP മാറിയത്. അവിടെ NDA എന്ന് പറയണ്ട, NDA പറഞ്ഞാൽ BJP അല്ല, വേറൊരു കക്ഷി ഇല്ലല്ലോ. മറ്റേ UDF എടുക്കാമെങ്കിൽ ലീഗ് ഇല്ലെങ്കിൽ എന്ത് UDF, ലീഗില്ല, കേരള കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്ത് UDF. അപ്പോഴത്തേക്ക് CPM-ന്റെ ഇതെടുക്കാമെങ്കിൽ അവിടെയും നിൽക്കുന്നത് ചില വർഗീയ കക്ഷികളെ തരാതരമായി കൂട്ടുപിടിച്ചല്ലേ നിൽക്കുന്നത്. സാറേ, വേറൊരു കാര്യം ഞാൻ പറയാം. കേരളത്തിലെ 3 ദേശീയ പാർട്ടികൾ, ഇപ്പോൾ CPM-നെ ദേശീയ പാർട്ടിയാണല്ലോ കൂട്ടുന്നത്. അതുകൊണ്ട് കോൺഗ്രസ്, പിന്നെ CPM എന്നീ ദേശീയ പാർട്ടികളെ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ BJP-യും ലീഗും കേരള കോൺഗ്രസും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ തമ്പിങ് മെജോറിറ്റി കേരള നിയമസഭയിൽ പിടിക്കും. അതായത് ഈ കേരളം ഇത്രയും നാളും ഭരിച്ച പാർട്ടികളെ മുഴുവൻ എഴുതിത്തള്ളാവുന്ന ഭൂരിപക്ഷം ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയും. വൻ ഭൂരിപക്ഷം, 2/3 ഭൂരിപക്ഷം കിട്ടുന്ന ഒരു മന്ത്രിസഭ ഉണ്ടാക്കാൻ കഴിയും. അത്രയ്ക്ക് വലിയ സ്വാധീനം ഇന്ന് കേരളത്തിൽ ഈ മതേതര ചിന്തകൾ വന്നിട്ട് പല കക്ഷികളായി നേടിയിരിക്കുന്നു എന്നുള്ളതല്ലേ നമ്മൾ സത്യമായി കാണേണ്ടത്. അതെ. ഇപ്പൊ സാർ ചോദിച്ച പാലക്കാടാണ്. അതെ, പാലക്കാട് ശരിക്കും പറഞ്ഞാൽ പാലക്കാട് BJP-യുടെ വളർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. തീർച്ചയായിട്ടും. 46,000 സംതിങ് വോട്ടാണല്ലോ. 22,000-ലധികം വോട്ടുകളാണ് അവർ വർദ്ധിപ്പിച്ചത്. തൊട്ട് മുമ്പുള്ള 22,000-ൽ അടുപ്പിച്ച വോട്ടുണ്ടായിരുന്നു. അവർ 18,000 വോട്ട് വർദ്ധിപ്പിച്ചു. അപ്പം അതിപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ടല്ലേ അത്, യാതൊരു സംശയമില്ല. അപ്പം ഇപ്പൊ സാറ് പറഞ്ഞത് ഈ ശ്രീധരൻ നിന്നപ്പോൾ 3,000 ആയിട്ട് അത് ചുരുങ്ങി. ഓക്കെ, അതായത് 10,000 വോട്ട് വീണ്ടും ശോഭയുടെ 18,000-ന് അദ്ദേഹം 10,000 കൂടെ കൂട്ടി 28,000 അദ്ദേഹം വർദ്ധിപ്പിച്ചു. എന്നിട്ടും 3,000 വോട്ടിന്, എന്നിട്ടും 3,000. അപ്പൊ അതിന്റെ പ്രോബ്ലം എവിടെന്ന് വെച്ചാലേ, ഈ ശ്രീധരനെ പോലെ ഒരാളെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അയക്കാൻ തടസ്സം നിന്നത്, നിയമസഭയിലേക്ക് അയക്കാൻ തടസ്സം നിന്നത് ന്യൂനപക്ഷ വർഗം. അപ്പം പാലക്കാടിനെ ആര് പ്രതികരിക്കണം തീരുമാനിക്കുന്നത് ഭൂരിപക്ഷമുള്ള ഹിന്ദുക്കളല്ല, ന്യൂനപക്ഷമുള്ള മുസ്ലിങ്ങളാണെന്നുള്ളതിൻ്റെ തെളിവാണല്ലോ പിരാരി പഞ്ചായത്തിലെ ഒരു ഭാഗത്തിൻ്റെ വോട്ട് കൊണ്ട് മാത്രം ടോട്ടലിൽ
റിസൾട്ടിനെ മാറ്റിമറിച്ചു. ടോട്ടൽ മണ്ഡലത്തിന്റെ റിസൾട്ടിനെ മാറ്റി. പക്ഷേ അവിടെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഈ ശ്രീധരൻ നിന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ഷാഫി പറമ്പിലാണ്. അതുപോലെ തന്നെ CPM-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് പ്രമോദാണ്. അതെ, അദ്ദേഹം എനിക്ക് തോന്നുന്നത് CP പ്രമോദ് അദ്ദേഹം പത്മനാഭന്റെ മകനാണ്. അപ്പോൾ എന്തായാലും ഒരു പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് തന്നെയാണ് ഈ CP പ്രമോദ്. BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത് ശ്രീധരനാണ്. ഇവർ 3 പേരും നടത്തിയ മത്സരത്തിൽ ശ്രീധരൻ അങ്ങനെ കൃത്യമായി BJP ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയിലാണ് അദ്ദേഹം നിന്നത്. അപ്പം അതാണ് അതിൻ്റെ വേറൊരു കാര്യം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പും അതുമായിട്ട് വരുന്ന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തെരഞ്ഞെടുപ്പിൽ, അതായത് 2026 പാലക്കാട് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഒറ്റ ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റേ ഉള്ളൂ. അത് ശോഭാ സുരേന്ദ്രനാണ്. അപ്പോൾ ശോഭയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ഒരാൾ പിഷാരടിയാണല്ലോ, രമേശ് പിഷാരടി. അദ്ദേഹം സിനിമാ താരമാണ്. ഈ സിനിമാ താരത്തിനെ സംബന്ധിച്ചുള്ള ഒരു പ്രോബ്ലം ഇടാന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിൻ്റെ വരുമാന മാർഗം സിനിമയാണ്. സിനിമയിൽ അഭിനയിക്കാൻ പോയെങ്കിലല്ലേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും പാലക്കാട്ടിലല്ലോ സിനിമ അഭിനയിക്കുന്നത്. സിനിമ അഭിനയിക്കാൻ വേറെ കൊടുത്ത് പോയാലേ പറ്റുള്ളൂ. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പിഷാരുടെ സേവനം അവരാഗ്രഹിക്കുമ്പോൾ കിട്ടുകയില്ല. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം കൊല്ലമായിരുന്നു. കൊല്ലത്ത് നമ്മുടെ മുകേഷിനെ ജയിപ്പിച്ചു. അപ്പോൾ മുകേഷിനെ അവസാനം ജയിപ്പിച്ചു കഴിഞ്ഞവൻ എന്ത് പറ്റി? മുകേഷിന് പുറകെ പോയി ഇയാളെ ജയിപ്പിക്കാൻ പോയവരൊക്കെ രാത്രി ഫോൺ ചെയ്താൽ പച്ചത്തെറിയ അവരെ പറയുന്നത്. അതാണ് അവൻ കൊല്ലം മണ്ഡലം അതുകൊണ്ട് ഇപ്പം തിരിച്ചു കിട്ടാത്ത ഒരു അവസ്ഥയായി തിരിച്ചിട്ടില്ല. അപ്പം ഇതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാലക്കാട്ടുകാരെ തന്ത്രപൂർവ്വമാണോ വോട്ട് ചെയ്യുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്തായാലും ശക്തമായൊരു മത ധ്രുവീകരണം അവിടെ വന്നു കഴിയും. ശ്രീധരനെതിരെ വന്ന ധ്രുവീകരണം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് ഷാഫി പറമ്പിൽ അല്ല, പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും വന്നു. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഒരു മതവിഭാഗം വിചാരിച്ചാൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഭൂരിപക്ഷം ജനതയുടെ വിധിയെ തിരിച്ചു മറിക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചോദ്യചിഹ്നമാണ്. തീർച്ചയായിട്ടും വോട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ, ഒരു വിഭാഗം ആളുകളുടെ പ്രതി വേണം പാലക്കാട്ടിൽ നിന്ന് പ്രതികരിക്കേണ്ടത് എന്ന ഒരു തലത്തിലേക്ക് പാലക്കാട് തെരഞ്ഞെടുപ്പ് നീങ്ങിയാൽ ആ പാലക്കാടിൻ്റെ വികസനം അടയും. അതിന് സംശയിക്കുകയേ വേണ്ട. നമ്മുടെ താല്പര്യം മാത്രം അവിടാണ് വരുന്നത്. അപ്പം ആ താല്പര്യത്തിൽ ജയിച്ചു വരുന്ന സ്ഥാനാർത്ഥി ആരുടെ താല്പര്യമായിരിക്കും സംരക്ഷിക്കുന്നത്? അത് നമുക്ക് വേറെ ഉദാഹരണം പറയാനുണ്ടല്ലോ. നമ്മുടെ ബോർഡറിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, CSI സഭയുടെ സ്ഥാനാർത്ഥി TT പ്രവീൺ. അപ്പം അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പം TT പ്രവീൺ അവിടെ വന്നപ്പോൾ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്, TT പ്രവീൺ കോൺഗ്രസിന്റെ കോൺഗ്രസ്സുകാരനെ അല്ല, CSI-കാരനാണ്. അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ CSI-യിലെ ഒരു മുഖ്യ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ മുന്നണിയാണ്, ഈ കോൺഗ്രസ് ആണ് കേരളത്തിലെ മതേതരത്വം സ്ഥാപിക്കുമെന്ന് നമ്മുടെ VD സതീശൻ പറയുന്നത്. അപ്പം വന്ന ആള് CSI സഭയിലുള്ളവന്റെ ക്വാളിഫിക്കേഷൻ CSI. മറ്റൊന്നല്ല സാറേ, തിരുവനന്തപുരത്ത് 14 നിയോജക മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ 13 LDF-നായിരുന്നു കിട്ടിയത്. അപ്പോൾ കോളം മാത്രമാണ് UDF-ന് കിട്ടിയത്. അപ്പോൾ ഇത്തവണ ആ ഗതികേട് ഉണ്ടാകാതിരിക്കാൻ CSI-യുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കുറെ വോട്ട് മറിയണം. അത്രയേ ഉള്ളൂ എൻ്റെ കാര്യം. ഈ പാലക്കാട് പോലെ തന്നെ ഞാൻ ചോദിക്കുന്നത് അത് തന്നെയല്ലേ പാലക്കാട് ആവർത്തിക്കുന്നത്. പാലക്കാട് ആവർത്തിക്കുന്നതും മതം പറഞ്ഞല്ലെങ്കിൽ മതപരമായി സംഘടിച്ച് നിൽക്കുന്ന ഒരു ന്യൂനപക്ഷം ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനെ മറികടക്കാൻ മതത്തെ ഉപയോഗിച്ച് പ്രചരണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ അവിടെ രാഷ്ട്രീയം ഇല്ലാതായി. ഇവിടെ വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത്. രമേശ് പിഷാരടിയെ ജയിപ്പിക്കാൻ മതം നോക്കി ജയിപ്പിച്ചാൽ ഒരിക്കലും അവർക്ക് അവിടെ ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റിനെ കിട്ടില്ല. അതേസമയം രമേശ് പിഷാരടിക്ക് പകരം കോൺഗ്രസ് ഇപ്പോൾ സരിനെ നിർത്തട്ടെ, അല്ലെങ്കിൽ വേറെ ഒരാളെ നിർത്തട്ടെ, അതൊരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ആണെന്ന് പറയാം. അപ്പോൾ ഒരു സിനിമാ താരത്തിൻ്റെ പ്രൊഫൈൽ ആണ് ജയിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം പാലക്കാട് വലിയ അടിസ്ഥാനപരമായ മാറ്റമാണ് വന്നിരിക്കുന്നത്. പാലക്കാട്ട് ഞാൻ പോയ സ്ഥലമാണ്. ഞാൻ നേമം, അതുപോലെ തന്നെ മഞ്ചേശ്വരം, പാലക്കാട്, തൃശ്ശൂർ, ഇങ്ങനെയുള്ള ചില മണ്ഡലങ്ങളുമായിട്ട് എനിക്ക് നേരിട്ട് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ വലിയ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പാലക്കാട്ട് ഒരു കൊടുങ്കാറ്റ് പോലെ ശോഭാ സുരേന്ദ്രൻ്റെ പ്രചരണം നീങ്ങുകയും അവരുടെ ജനസമ്മതി വർദ്ധിക്കുന്നതായിട്ടാണ് പാലക്കാട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ പ്രധാന കാരണം രമേശ് പിഷാരടി ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് അല്ല എന്നുള്ളതാണ്. പിന്നെ ഇടതുപക്ഷം നിർത്തിയിരിക്കുന്ന NMR റസാക്കിനെയാണ്. NMR റസാക്കിനെ പാർട്ടി ചിത്രീകരിച്ചിരിക്കുന്ന ഒരു പാവപ്പെട്ട ഹോട്ടൽ ഉടമയായിട്ടാണ്. അങ്ങനല്ല, NMR റസാക്ക് ശതകോടീശ്വരനാണ്. പാലക്കാട് പട്ടണത്തിൽ തന്നെ 7-8 ഹോട്ടൽസ് അദ്ദേഹത്തിന്. പേയ്മെന്റ് സീറ്റാണോ എന്ന് സംശയം പറയുന്നവരുണ്ട്. അത് പേയ്മെന്റ് സീറ്റാണോ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അപ്പം അവിടെ റസാക്കിനെ നിർത്തിയിരിക്കുന്നത് കൃത്യമായി പേയ്മെന്റ് വാങ്ങിച്ചുകൊണ്ടാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ രസകരം എന്താണ് സാറേ, കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഈ രമേശ് പിഷാരടി
മദ്രാസിലേക്ക് ട്രെയിനിൽ പോകുമ്പോൾ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങി ചായയും വടയും പോലും പാലക്കാട് കഴിച്ചിട്ടില്ല. അങ്ങനെ പോലും ഒരു ഗുണം ചെയ്യാത്ത ആളാണ്. തിരിച്ച് കോൺഗ്രസ്സുകാർ പറയുന്നത് ബിരിയാണി വെച്ച് കൊടുത്ത ഇത് വെച്ചിട്ട് വോട്ട് പിടിക്കാമെന്ന് ചോദിച്ചാൽ നടക്കില്ല. ഇദ്ദേഹം റെസ്റ്റോറൻറ്റ് നടന്നുകൊണ്ടാണ് അവരങ്ങനെ പ്രചരിപ്പിക്കുന്നത്. ഈ രണ്ട് പ്രചരണങ്ങൾ തന്നെ ശോഭയ്ക്ക് ഗുണമാണ്. അല്ല, ഇതിനകത്ത് ഗാന്ധി മാർഗം മിമിക്രിയിലൂടെ വരുമോ എന്നാണ് കോൺഗ്രസ് പരീക്ഷിക്കുന്നത്. മിമിക്രിയിലൂടെ ഗാന്ധിസം കൊണ്ടുവരാനൊക്കെ വന്നു, ബിരിയാണിയിലൂടെ ബിരിയാണി ചെമ്പിൽ വിപ്ലവം നടത്താനൊക്കെ വന്ന CPM ശ്രമിക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാലക്കാടിൻ്റെ ഒരു പ്രത്യേകത, പാലക്കാട് ഏക പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ശോഭാ സുരേന്ദ്രൻ മാത്രമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവര് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തിൽ പാലക്കാട് ജയിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്, എങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാലും. അതുകൊണ്ട് ഫിഗറുകൾക്ക് അതീതമായിട്ട് ഇപ്പം നമ്മൾ പറയുന്ന കണക്കുകൾക്ക് അതീതമായിട്ട് കുറേ വോട്ടുകൾ ശോഭയ്ക്ക് ഇത്തവണ കിട്ടും എന്ന് പറയുന്നുണ്ട്. അതിന് കാരണം സാറി പറഞ്ഞതാണ്. അതായത് എല്ലാ തവണയും ഹിന്ദു ഭൂരിപക്ഷമായ പാലക്കാട്ട് ന്യൂനപക്ഷമായ ഒരു വിഭാഗത്തിൻ്റെ താല്പര്യം വെച്ചിട്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയും മാത്തൂരും കണ്ണാടിയും വരെ ഉള്ള പഞ്ചായത്തുകളിലെയും നഗരസഭയിലെയും ജനങ്ങൾ തീരുമാനിക്കുന്നതിന് വിരുദ്ധമായിട്ട് അവസാന നിമിഷം ഗോളടിച്ച് ആളെ തോൽപ്പിക്കുന്ന പരിപാടി ഇനി പാടില്ല എന്ന് ചിന്തിക്കുന്നവർ ഏറെയുണ്ട് പാലക്കാട്ട് എന്നുള്ളതാണ് ശോഭയ്ക്ക് ഒരു ഗുണം ആയി വരുന്നത്. അപ്പോൾ കോൺഗ്രസിൽ നിന്നും CPMൽ നിന്ന് പോലും ശോഭയ്ക്ക് ഇത്തവണ വോട്ട് കൂടും എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം സാർ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഷാഫി പറമ്പിൻ്റെ താല്പര്യമനുസരിച്ച് ആ മണ്ഡലം തനിക്ക് ആവശ്യം വരുമ്പോൾ എടുത്ത് അണിയാനായിട്ട് പാകത്തിനുള്ളവരെ മാത്രമേ സ്ഥാനാർത്ഥിയായി അദ്ദേഹം ഇറക്കുകയുള്ളൂ. അതിനാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇറക്കിയത്. കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കി ഈ സെക്സ് സ്കാൻഡലൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഇത്തവണ നേരെ പിടിച്ച് ആറന്മുള ഇട്ടന്നെ. അപ്പം ഈ സീറ്റ് തനിക്ക് MP സ്ഥാനം രാജിവെച്ച് പാലക്കാട് നിന്ന് മത്സരിച്ച് മന്ത്രിയാവാം എന്നുള്ളതായിരുന്നു കണക്കൂട്ടൽ. അപ്പോൾ അത് പൊളിഞ്ഞുപോയി. അപ്പോൾ പിന്നെ വീണ്ടും റിസർവ് ആയിട്ടൊരു സീറ്റ് ഇടുകയാണ്. ആ സീറ്റിലേക്ക് രമേശ് പിഷാരടി ഇറക്കിയ തോറ്റാ തീർന്നു, കുഴപ്പമില്ല, അടുത്ത തവണ എനിക്ക് കിട്ടും, ജയിച്ചാലും മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ മാറി നിൽക്കും. ഈ ഒരു ക്ലോസ് വെച്ചിട്ടാണ് ഇദ്ദേഹത്തിന് നിർത്തിയതെന്ന് കോൺഗ്രസിൻ്റെ മണ്ഡലം ജില്ലാ ഭാരവാഹികൾക്കിടയിൽ പരാതിയുണ്ട്. ഇതിങ്ങനെ എന്നും ഈ വിഴുപ്പ് യുവാക്കാൻ ഞങ്ങൾക്ക് വയ്യ. അതിനാണ് സരീൻ ഓടിയത്. അതിനാണ് സരീൻ അവിടെ മുഴുവൻ നടന്ന് പ്രവർത്തിച്ചു. സിവിൽ സർവീസിൽ നിന്ന് രാജിവെച്ച് 1.5 ലക്ഷം രൂപ പെൻഷൻ കിട്ടേണ്ട ഒരു മനുഷ്യനാണ്. ഇപ്പം പിന്നെ ശമ്പളം പോട്ടെ, പെൻഷൻ വരെ 1.5 ലക്ഷം രൂപ കിട്ടേണ്ട ആള് ഇപ്പം തെണ്ടി നടക്കുകയാണ്. CPMന്റെ കൂടാരത്തിൽ പോയി ചെറിയ പണിയുമായിട്ട് നടക്കുകയാണ്. അപ്പം ആ അവസ്ഥയിൽ വന്നത് കോൺഗ്രസ്സുകാർക്ക് വെളിയിൽ നിന്ന് ഇങ്ങനെ ആളെ ഇമ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അവരും ഒരു വിരക്തിയിലാണ്. അപ്പോൾ CPM ക്യാമ്പിലും കോൺഗ്രസ് ക്യാമ്പിലും ഉള്ള വിരക്തി, പിന്നെ വർഗീയമായ ചില ദുസൂചനകൾ, ഇതെല്ലാം ശോഭയ്ക്ക് ഗുണമാകും എന്നുള്ളതാണ് പൊതുവെ അവിടെ നിന്നുള്ള അഭിപ്രായം. അല്ല, ഞാൻ മനസ്സിലാക്കിയത് സാർ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഇത് ഷാഫി പറമ്പിൻ്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിട്ട് പാലക്കാട് മണ്ഡലത്തിനെ മാറ്റാൻ അദ്ദേഹം ശ്രമിക്കുന്നതിനെതിരെ ശക്തമായ വികാരം കോൺഗ്രസിന്. അല്ല, കാരണം തീരുമാനം എടുക്കുന്ന ഷാഫി പറമ്പിൽ അവിടെ ഒരു സംവിധാനം ഉണ്ടാകും. ഷാഫി പറമ്പിലിന് സൗകര്യപ്രദമായി എടുത്ത് മാറ്റാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തി ജയിപ്പിച്ച് തൻ്റെ അപ്രമാദിത്വം നിലനിർത്താനാണ് ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം പോസ്റ്റ് ഒട്ടിക്കാൻ. അപ്പോൾ അത് ജില്ലാ സംസ്ഥാന ഭാരവാഹികളെല്ലാം പോസ്റ്റ് ഒട്ടിക്കാൻ. അപ്പോൾ ഇവിടെ ഉള്ള പ്രശ്നം അതാണ് ഞാൻ സാറിന് പറഞ്ഞത്. അവിടെ മത്സരിക്കുന്നതിൽ ഒരു ജനകീയമായ അടിത്തറയുള്ള സ്ഥാനാർത്ഥിയും ഒരു പക്ഷേ നാട്ടുകാർ ചിന്തിക്കുന്നത് പോലെ അവർക്കൊരാവശ്യത്തിന് ഓടിച്ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി എന്നുള്ളൊരു പ്ലസ് പോയിന്റ് ശോഭാ സുരേന്ദ്രനുണ്ട്. പിന്നെ അതല്ലാതെ തന്നെ അവരൊരു ക്രൗഡ് പുള്ളറാണ്. തീർച്ചയായും പിന്നെ വനിതകളിൽ ഉണ്ടായിരിക്കുന്ന വലിയൊരു മാറ്റം നമുക്ക് നേരിൽ കാണാൻ കഴിയും. എല്ലാ മണ്ഡലത്തിലും വനിതയാണ് ഭൂരിപക്ഷം. അപ്പം വനിതകളുടെ വലിയൊരു മുന്നേറ്റം ഉണ്ടായിരിക്കും. യുവാക്കളിലുമുണ്ട്. അതുകൊണ്ട് പിന്നെ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ ശോഭയിൽ നിന്ന് കേട്ടത്, ശോഭയ്ക്ക് ആശയം പറയാൻ വലിയ മിടുക്കിയാണ്, പൊളിറ്റിക്സ് പറയാൻ അതിനേക്കാൾ മിടുക്കിയാണ്, എതിരാളിയെ അടയ്ക്കുന്ന വിധത്തിൽ സംസാരിക്കാനും പിടിക്കുകയാണ്. പക്ഷെ ഞാൻ ഏറ്റവും പ്രത്യേകമായിട്ട് കണ്ട സാറേ, ഈ ഡബിൾ എഞ്ചിൻ എന്നൊരു പ്രയോഗം അവരവിടെ നടത്തി. അതായത് ഇവിടെ മന്ത്രിസഭ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല, അപ്പോഴും ഡബിൾ എഞ്ചിൻ ബെനിഫിറ്റ് ഞാൻ ഈ മണ്ഡലത്തിൽ നൽകും. അതായത് ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഡൽഹിയിൽ നിന്നുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള പല ഇൻവെസ്റ്റ്മെൻറ്റുകളും പാലക്കാട്ടേക്ക് കൊണ്ടുവരും. സാറൊന്നാലും ഈ ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറി അടക്കം പല സാധനങ്ങൾ പൊടി തട്ടി കിടക്കുന്ന ഒരു സ്ഥലമാണ്, പൊടി പിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ. അപ്പം പാലക്കാടിന് ഗുണകരമായ ചില കേന്ദ്ര പദ്ധതികൾ എനിക്ക് കൊണ്ടുവരാൻ കഴിയും. ഞാൻ നിയമസഭയിൽ പോയാൽ സംസ്ഥാന സർക്കാർ ആരായാലും അവരിൽ നിന്ന് ഞാൻ മത്സരിച്ച് വാങ്ങിച്ച് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തും. അപ്പോൾ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ ബെനിഫിറ്റ് എന്നെ ജയിപ്പിച്ചാൽ മാത്രം ഞാൻ ഇവിടെ കൊണ്ടുവരുമെന്ന് ഒരു വലിയ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനം ഞാൻ പിന്നെ ഈ രാജീവ് ചന്ദ്രശേഖരൻ്റെ മണ്ഡലത്തിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു വാഗ്ദാനം കേട്ടില്ല. അത്രയ്ക്ക് ശക്തമായ ഒരു വാഗ്ദാനം ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞ ശോഭയ്ക്ക്
തോൽക്കാൻ കഴിയുമെന്ന് എനിക്കും തോന്നുന്നില്ല സാർ. ജനങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും. അത് സാറേ, അവിടെ ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ ഇതുമായി ബന്ധപ്പെട്ട പ്രകടന പത്രിക അവർ പ്രാദേശികമായി നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ ഇറങ്ങുന്ന രമേശ് പിഷാരയുടെ പ്രകടന പത്രിക കണ്ടു, റസാക്കിൻ്റെ പ്രകടന പത്രിക കണ്ടു, ശോഭാ സുരേന്ദ്രൻ്റെ പ്രകടന പത്രികയും കൃത്യമായിട്ട് ഞാൻ വായിച്ചാണ്. രമേശ് പിഷാരടിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഉപരിപ്ലവമായിട്ട് കോൺഗ്രസിൻ്റെ ചില കാര്യങ്ങൾക്കപ്പുറം ആ നിയോജക മണ്ഡലം നേരിടുന്ന അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ രമേശ് പിഷാരടിക്ക് കഴിയുന്നില്ല. അപ്പം രമേശിൻ്റെ ഈ പറഞ്ഞ പോലെ ഷാഫി പറമ്പിൽ പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞു നിന്നു, ഇനിയും ജയിച്ചാലേ പോകാൻ പറഞ്ഞാൽ പൊക്കോളും. ഇതിനപ്പുറം രമേശിനൊരു സാധ്യതകളായിട്ട് ഞാൻ കാണുന്നില്ല. സരി, വിജയുടെ കാര്യം പറയും, ക്രൗഡ് പുള്ളറാണ്. പക്ഷേ ഈ ക്രൗഡ് പുള്ളർ വോട്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് തമിഴ്നാട്ടിൽ പറയുന്നത്. ഇതേ ഒരു സിറ്റുവേഷൻ പാലക്കാടും ഉണ്ടെന്ന് പലരും പറയുന്നുണ്ട്. ഹീസ് എ ക്രൗഡ് പുള്ളർ. ആള് കൂട്ടാനായിട്ട് തമാശ പറയാനും സിനിമാ താരം എന്നുള്ള നിലയ്ക്കും ഒക്കെ ആള് കൂടുന്നുണ്ട്. പക്ഷേ ഇത് വോട്ടായി മാറുമോ എന്ന് ചോദിച്ചാൽ അല്ല, ആദ്യം കൊടുത്ത ഓഫർ തന്നെ പിഷാരടി ജയിച്ചാൽ മമ്മൂട്ടിയെ കൊണ്ടുവരും. അല്ല, പിഷാരടിക്ക് ഓഫർ ചെയ്യാൻ അതല്ലേ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ റോഡ് നന്നാക്കാമെന്നോ. പിഷാരടി വിളിച്ചാൽ മമ്മൂട്ടി വരും, ചിലപ്പോൾ മോഹൻലാലും വരും. അപ്പൊ പിഷാരടിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ഓഫർ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ജയിച്ചാൽ കൊണ്ടുവരാൻ പറ്റൂല, അതുകൊണ്ട് എന്തായാലും മമ്മൂട്ടിയെ കൊണ്ടുവരുന്നു. അപ്പൊ ജനത്തിനെ പാലക്കാട്ടുകാരന് മമ്മൂട്ടിയെ കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെ തീരുമാനിക്കട്ടെ. പിന്നെ റസാക്ക് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം എന്തൊക്കെ വലിയ പ്രോജക്റ്റുകളാണ് പറയുന്നത്. അത് അദ്ദേഹം പറയുന്നതും ഇദ്ദേഹത്തിന്റെ നിലപാടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇത് ഞാൻ 3 പ്രകടന പത്രിക വായിച്ചാലും CPM-ന്റെ തനതായ വാഗ്ദാനങ്ങളിൽ നിന്നോ പ്രകടന പത്രികയിൽ നിന്നും മുന്നോട്ട് പോകാൻ NMR റസാക്കിന് കഴിയുന്നില്ല. കോൺഗ്രസിന്റെ അടിസ്ഥാനപരമായ പ്രകടന പത്രികയിൽ നിന്ന് മുന്നോട്ട് പോകാൻ രമേശ് പിഷാരടിക്കും കഴിയുന്നില്ല. പക്ഷേ പാലക്കാടിൻ്റെ സമഗ്രമായ വികസനം മുന്നിൽ കണ്ടുകൊണ്ട് കൃത്യമായ ഒരു വികസന അജണ്ട പാലക്കാടിന് മുന്നോട്ട് വെക്കാൻ സാർ പറഞ്ഞതുപോലെ ശോഭയ്ക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കരുതുന്നത് ഏറ്റവും കംഫർട്ടബിളായിട്ട് BJP ജയിക്കുന്ന ഒരു ആദ്യത്തെ മണ്ഡലം പാലക്കാട് തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും സാർ, അങ്ങനെ ഒരു പ്രതീക്ഷ എല്ലാവരിലും ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.